പറയുന്നു. ഒന്ന്, എല്ലാവരും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി. ഇത് പവർഫുള്ളുമാണ്, ഈസിയാണ്, കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാ വലിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, അതായത് ഇന്ന് ചെയ്താൽ നാളെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിക്കോള ടെസ്ലയുടെ 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. ഇത് ഞാൻ രണ്ട് രീതിയിൽ പറയുന്നു. ഒന്ന്, എല്ലാവരും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇന്നൊന്ന്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 369 എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ നമ്പറാണ്. അതിൽ നിന്ന് പിരിച്ചെടുത്തതാണ് ഈ 333 മാനിഫെസ്റ്റേഷൻ മെത്തേഡും 999 മാനിഫെസ്റ്റേഷൻ മെത്തേഡും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. അത് മാത്രമല്ല, എനിക്ക് പേഴ്സണലി ഇത് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. ഞാൻ എൻ്റെ ഗോൾ പ്രാക്ടീസിലൊക്കെ അടിക്കടി ഉൾപ്പെടുത്തുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഈ 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. കാരണം ഇത് പവർഫുള്ളുമാണ്, ഈസിയാണ്. ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഇങ്ങനത്തെ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലെല്ലാം നമ്മൾ എഴുതും. എല്ലാ ഇമോഷൻസും കൊടുത്ത് വളരെ ഒരു പോസിറ്റീവ് എനർജി കൊടുത്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ചെറിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം, എല്ലാ വലിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന്, അതായത് ഇന്ന് ചെയ്താൽ നാളെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. എന്നാൽ വലിയ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു 5 ദിവസത്തിൽ തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഏത് ഗോളാണോ സെലക്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗോളിന് അനുസരിച്ചുള്ള ഐഡിയാസും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് എന്താണോ ഗോളിന് വേണ്ടത് അതിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇപ്പം എഴുതാൻ എല്ലാവരും ഒരു മടിക്കുന്ന കാര്യമാണ്. കാരണം പറഞ്ഞാൽ പോരെ, വിഷ്വലൈസ് ചെയ്താൽ പോരെ എന്നൊക്കെ. എന്നാൽ എല്ലാവർക്കും സ്യൂട്ടാവില്ല. ചിലർക്ക് വിഷ്വലൈസ് ചെയ്യുന്നത് ഈസി ആയിരിക്കും, എന്നാൽ ചിലർക്ക് വിഷ്വലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ എഴുതുന്നതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ വിഷ്വലൈസേഷൻ അഫർമേഷൻസും ഒക്കെ പറയുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് ഈ യൂണിവേഴ്സിലേക്ക് പോവുകയും അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുകയും ആ ഗോൾ നമ്മളിൽ എത്തിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഈ ധാരാളം നെഗറ്റീവ് തോട്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വച്ചിരിക്കുമ്പോൾ പലർക്കും പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നെഗറ്റീവ് തോട്ട്സും ഡൗട്ട്സും ഒക്കെ ഇതിനിടയിൽ കയറി വരും. അതുകൊണ്ട് തന്നെ അവരുടെ വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ അവിടെ കട്ടാവും. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ എഴുതുന്നത് വളരെ പവർഫുൾ ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് വിഷ്വലൈസേഷൻ, ചിലർക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, ചിലർക്ക് അഫർമേഷൻസ്, ചിലർക്ക് ഇങ്ങനെ എഴുതുന്ന ടെക്നിക്സ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മൾ എഴുതുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ കൊടുക്കുകയാണ്. നമ്മളത് മൈൻഡിലുള്ള ആൾറെഡി നമുക്ക് ആ ഗോൾ ഉണ്ടാവും, നമ്മൾ വിഷ്വലൈസ് ചെയ്യും. അതിനൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുത്ത് അതിനെ നമ്മൾ ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്. അതിനായി ആദ്യം നമുക്ക് എന്താണോ വേണ്ടത് ആ ഗോളിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു പ്രസന്റ് ടെൻസിൽ അത് കിട്ടിയതായി ഒരു സെൻറ്റൻസ് ഫോം ചെയ്യണം. അതായത് എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 50,000 ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് 1 lakh സാലറി ഇന്ന കമ്പനിയിൽ ജോലി കിട്ടി, ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു, ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുക. ഇല്ല, നിങ്ങളൊരു പ്രഗ്നൻസിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ വയറിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇത്രയും ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞ് കിട്ടി, ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ഗോളാണോ ഉള്ളത്, ഇപ്പോൾ ഒരു മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിനാണെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനോട് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് വളരെ ഹാപ്പി ആയിട്ടും സമാധാനപൂർണവുമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു, താങ്ക് യു യൂണിവേഴ്സ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ പ്രസൻറ്റിൽ പോസിറ്റീവ് വേർഡ് മാത്രം യൂസ് ചെയ്ത് കിട്ടിയതായിട്ട് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഒരു 3 പ്രാവശ്യം എഴുതണം. അതായത് 3 എന്ന് ഇട്ടിട്ട് ഒരു അണ്ടർലൈൻ ഇട്ടതിന് ശേഷം 1 2 3 എന്ന് ഇതേ സെൻറ്റൻസ്, ഒരേ സെൻറ്റൻസ് 3 പ്രാവശ്യം എഴുതുക. നമ്മൾ എന്താണ് എഴുതുന്നത്, നമുക്ക് കിട്ടിയതായിട്ട് എഴുതുകയാണ്. അപ്പോൾ എത്ര ഹാപ്പി ആയിരിക്കും. നമുക്കൊരു ജോലി നമ്മൾ ആഗ്രഹിച്ചതുപോലെ 1 lakh സാലറിയിൽ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ഹാപ്പിയാണല്ലേ. ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഇമോഷൻസും കൊടുത്ത് നിങ്ങൾ എഴുതുക.
അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ചിന്തകളിലോ അല്ലെങ്കിൽ വേറെ നാളെ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, നാളെ അങ്ങ് പോകണം ഇങ്ങ് പോകണം ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഇമോഷൻസ് കൊടുത്ത് എഴുതുക. അതുപോലെ ഉച്ചയ്ക്ക് ഒരു 6 പ്രാവശ്യം ഇതുപോലെ 6 ഇട്ടിട്ട് അതേ ബുക്കിൽ എഴുതാം. അതേ പേപ്പറിലാണെങ്കിൽ പേപ്പറിൽ അതിലിങ്ങനെ എഴുതി 6 എന്നിട്ടിട്ട് അതിന് താഴെ അണ്ടർലൈൻ ചെയ്തതിന് ശേഷം ഇതേ സെൻറ്റൻസ് ഇതേ ഇമോഷൻസ് കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ 9 ടൈംസ് ഇട്ട് അണ്ടർലൈൻ ചെയ്യുക. ഇതേ സെൻറ്റൻസ് ഇതേ ഇമോഷൻസ് ഇതെല്ലാം സെയിം അതേ കൊടുത്ത് അതേപോലെ എഴുതുക. എന്നിട്ട് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തതിനെ മറക്കുക. ആ നോട്ട് ക്ലോസ് ചെയ്തതുപോലെ ഈ മാനിഫെസ്റ്റേഷനെയും ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഈ എനർജി ഒരു വൈബ്രേഷനായി യൂണിവേഴ്സിലേക്ക് പോവുകയും അതിനു വേണ്ടിയുള്ള പ്രോസസ്സിംഗ് എല്ലാം യൂണിവേഴ്സ് നടത്തുകയും ചെയ്യും. ഇതുപോലെ നിങ്ങളൊരു 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇടയിൽ ബ്രേക്ക് കൊടുക്കരുത്. എന്നും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് ഡെയിലി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മനസ്സിലാവും. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ മനസ്സിലാകും. തലയുടെ ബാക്കിലായിട്ടൊക്കെ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സ് അതിലുള്ള ഡൗട്ടും ഒക്കെ മാറും. നമ്മളിങ്ങനെ ഡെയിലി കൊടുക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡാവുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് വരും. എന്നിട്ട് ഈ വൈബ്രേഷൻ ആണെങ്കിൽ യൂണിവേഴ്സിൽ പോയി ചേരുകയും ചെയ്യും. അപ്പോൾ ആ വൈബ്രേഷൻ ഡെയിലി ഇങ്ങനെ വൈബ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തീർച്ചയായിട്ടും ആ ഗോളിലേക്ക് എത്തിച്ചേരും. ഒരു 5 ഡേയ്സ് ആകുമ്പോൾ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് നമുക്ക് കാണാൻ തുടങ്ങും. നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുക മറക്കുക ഈ പ്രോസസ്സാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ കൂളായിട്ട് എന്നുമുള്ള ജോലി നമ്മുടെ റൊട്ടീൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ഗോളാണോ വച്ചിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള സ്കിൽസ് എല്ലാം നിങ്ങൾ വർക്ക് ചെയ്യണം. അതായത് അതിലേക്കുള്ള ഐഡിയാസും എല്ലാം യൂണിവേഴ്സ് കൊണ്ടുതരും. അതിനെന്ന് പറഞ്ഞ് നിങ്ങളൊന്നും ചെയ്യാതെ ഒരു കസേരയിൽ കയറിയിരുന്നാൽ ശരിയാവില്ല. നിങ്ങൾ അതിനുള്ള വർക്കൊക്കെ ചെയ്യണം. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ അതിലേക്ക് കൊണ്ടെത്തിക്കും, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് വേറെ കാര്യം. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന എൻ്റെ ഓൺ പ്രാക്ടീസാണ്. എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാനിങ്ങനെ രാവിലെ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 6 പ്രാവശ്യം ചെയ്യേണ്ട കാര്യം പലപ്പോഴും മറക്കും. നൈറ്റ് മാക്സിമം ഓർമ്മ. എനിക്ക് ഈ ഇടയിലുള്ള കാര്യം ചിലപ്പോൾ മറക്കും. എനിക്കിങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 3, 6, 9 മെത്തേഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവലിൽ ചെയ്യും. ഇത് ഞാൻ ചെയ്യുന്നത് മാത്രമല്ല, എൻ്റെ ഗുരു ഞാൻ ഈ കോച്ചിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയം ഗോൾ പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് എന്നും ഒരു ടാസ്ക് ഉണ്ടായിരിക്കും രാവിലെ. ടാസ്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ 3, 6, 9 മെത്തേഡ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അവർ ചെയ്യുന്ന മെത്തേഡാണ് ഈ മെത്തേഡ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്കിപ്പോൾ ഞാൻ എക്സാമ്പിളിന് ഒരു ജോലി ഇപ്പം സെലക്ട് ചെയ്തു. 3 എന്നിട്ട് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം എനിക്ക് ഇന്ന കമ്പനിയിൽ 1 lakh സാലറി കിട്ടി, ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു. എൻ്റെ 3 സെൻറ്റൻസ് ഇതായിരിക്കും. ഫസ്റ്റിലുള്ള 3 മെത്തേഡ് ഇതായിരിക്കും. നെക്സ്റ്റ് അത് ഉടനെ തന്നെ അതിന് താഴെ ഞാൻ 6 എന്നിട്ടിട്ട് ഒരു സ്റ്റെപ്പ് മുമ്പ് പോകും. അതായത് എനിക്കിപ്പോൾ ജോലി കിട്ടി, 1 lakh സാലറി ഉണ്ട് ആൾറെഡി. അത് ഞാൻ 3 പ്രാവശ്യം എഴുതി. അതിനുശേഷം ഞാൻ എഴുതാൻ പോകുന്നത്, എനിക്ക് ഇന്ന കമ്പനിയിൽ 1 lakh സാലറി കിട്ടുകയും എനിക്ക് പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു. ഇങ്ങനെ ഞാൻ എഴുതും. ഇതൊരു 6 പ്രാവശ്യം എഴുതും. അപ്പോൾ 3 എഴുതി, 6 എഴുതി, ഒരു നെക്സ്റ്റ് ലെവൽ വെച്ചാണ് 6 എഴുതി. നെക്സ്റ്റ് ഉടനെ തന്നെ ഞാൻ 9 ഇട്ടിട്ട് 9 പ്രാവശ്യം ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പിലോട്ട് പോകും. ആൾറെഡി എനിക്ക് ജോലി കിട്ടി, പ്രൊമോഷൻ കിട്ടി. അതിനുശേഷം എനിക്ക് ഇന്ന കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടിയത് കൊണ്ട് തന്നെ എൻ്റെ സാലറി ഡബിൾ ആവുകയും ഞാനിപ്പോൾ ലക്ഷറി ലൈഫ് ജീവിക്കുകയും ചെയ്യും. ഇതായിരിക്കും എൻ്റെ 3ാമത്തെ സ്റ്റെപ്പ്. അതായത് 9 പ്രാവശ്യം എഴുതുന്ന എല്ലാ 9 ഡയലോഗും ഇതായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. എനിക്കിത് വളരെ പവർഫുള്ളായിട്ടും യൂസ്ഫുള്ളായിട്ടും എനിക്ക് തോന്നി. എനിക്കിത് ആപ്റ്റായ മെത്തേഡാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ മറന്നു പോകുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ 3, 6, 9 മെത്തേഡ് ഇങ്ങനെ ഒരു ലെവലിലാണ് എഴുതുന്നത്. എനിക്ക് പേഴ്സണലി 6, 9 മെത്തേഡ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ എനിക്ക് കൂടുതൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയും ഫാസ്റ്റായിട്ട് എനിക്ക് നടക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ബട്ട് എനിക്കൊരു 3 പ്രാവശ്യം എഴുതി വെച്ചിട്ട് പിന്നെ ഒരു 6 പ്രാവശ്യം ഉച്ചയ്ക്ക് എഴുതണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ അത് അടിക്കടി മറന്നു പോകും. എനിക്കെന്തോ അത്ര പവർഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. അത് എൻ്റെ പേഴ്സണലി ആയിരിക്കാം.
പക്ഷേ ധാരാളം പേർക്ക് ഈ ആദ്യത്തെ 3 പ്രാവശ്യം രാവിലെയും ഉച്ചയ്ക്ക് 6 പ്രാവശ്യവും രാത്രി 9 പ്രാവശ്യം എഴുതുന്ന പൊതുവായിട്ടുള്ള കാര്യത്തിന് ധാരാളം പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ പവർഫുൾ മെത്തേഡ് തന്നെയാണ്. സോ അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഇങ്ങനെ ചെയ്താലും റിസൾട്ട് കിട്ടും. എനിക്ക് പേഴ്സണലി ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് ചെയ്തത് കൊണ്ട് റിസൾട്ട് കിട്ടില്ല എന്നുമില്ല, ഇത് ചെയ്താൽ തന്നെ റിസൾട്ട് കിട്ടും അങ്ങനെ ഒന്നുമില്ല. ഇത് ഞാൻ യൂസ് ചെയ്തതാണ്. എൻ്റെ ഗോൾ പ്രാക്ടീസിൽ, എൻ്റെ കോച്ചിങ്ങിലൊക്കെ അവിടെ വെച്ച് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. എനിക്കിത് ഈസി ആയിട്ട് തോന്നുന്നതുകൊണ്ട് പിന്നെ ചെയ്യുമ്പോൾ എഴുതുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊരു പ്രൊമോഷനും ഡബിൾ സാലറിയും കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും? ആ ഒരു ഫീലിംഗ് കൊണ്ടുവന്നെഴുതിയാൽ 100% ഞാൻ പറയുന്നു നിങ്ങൾക്ക് ആ ഗോളിൽ എത്തിച്ചേരാൻ പറ്റും. എന്നാൽ ലെറ്റ് ഗോയും ചെയ്യണം. ഇതിൽ വളരെ പേർ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യില്ല, ഇല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് റിസൾട്ട് കിട്ടാതെ തുടങ്ങും. നമ്മൾ അത്രയും വൈബ്രേഷൻസ് കൊടുത്ത് ചെയ്യുമ്പോൾ അതിനുള്ള പ്രോസസ്സിങ് യൂണിവേഴ്സ് ചെയ്യും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ലെറ്റ് ഗോ ചെയ്യുക. അതുപോലെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഇതെല്ലാ മെത്തേഡ്സും ചെയ്യും. എല്ലാം ചെയ്തിട്ട് ചിലർക്ക് വർക്കാവാത്തത് നമ്മളെല്ലാം ചെയ്തിട്ട് നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഫീലിങ്സും മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അങ്ങനെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ കൊടുക്കുമ്പോൾ അത് നമുക്ക് ഈ മാനിഫെസ്റ്റേഷനെ എല്ലാം ബാധിക്കും. അതുകൊണ്ട് നമ്മൾ പ്യുവറായിട്ടിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അവരെ അനുഗ്രഹിക്കണം. ബ്ലെസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് അത് മാനിഫെസ്റ്റ് ആകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.